നമസ്കാരം. വിനോദ് കുമാർ വേട്രാടി. OET റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ് ഈ അടുത്ത കാലത്തായി വളരെ ടഫായിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പ്രാക്ടീസിൻ്റെ കുറവാണ്. പല ആൾക്കാരും പറയും, സർ ഞാൻ 200ഉം 300ഉം റീഡിംഗ് ടാസ്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും എൻ്റെ സ്കോർ കുറവാണ് എന്നുള്ളത്. അതിൻ്റെ കാരണം ഡിസിപ്ലിൻ ഇല്ലാതെ, ടൈം ടേബിൾ ഇല്ലാതെ, പാർട്ട് ബി ആണോ സി ആണോ എ ആണോ റീഡിങ്ങിൽ അല്ലെങ്കിൽ ലിസ്ണിങ്ങിൽ തങ്ങളുടെ വീക്ക് ഏരിയ എന്ന് മനസ്സിലാക്കാതെയുള്ള പ്രാക്ടീസാണ്. പാർട്ട് സി ആണ് നിങ്ങൾക്ക് വിഷമമുള്ളത് എങ്കിൽ ആ പാർട്ട് സി കൂടുതൽ നേരം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. പക്ഷെ ഇതൊക്കെ ഒരു സാധാരണ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കരുതാം. എങ്കിലും നമ്പർ ഓഫ് പ്രാക്ടീസ് കൂട്ടാതെ ഒരിക്കലും നല്ല സ്കോർ കിട്ടുക സാധ്യമല്ല. രണ്ട്, നമ്മൾ കുറച്ച് ഏകദേശം ഒരു 10-50ഓളം റീഡിംഗ്, ഒരു കംപ്ലീറ്റ് റീഡിംഗ് സെറ്റ് 10-50ഓളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള റീഡിങ്ങുകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അനലൈസ് നടത്തണം. അനലൈസിങ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് ബിയിൽ നമ്മൾ 6 എണ്ണം ചെയ്യുമ്പോൾ ഒരു 3 എണ്ണം മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശരിയാവുന്നുള്ളൂ എങ്കിൽ ബാക്കി 3 എണ്ണം എന്തുകൊണ്ട് തെറ്റി? ആ തെറ്റുന്ന ചോദ്യങ്ങളിൽ സമാനമായിട്ടുള്ള ചോദ്യങ്ങളിലാണോ തെറ്റുന്നത് എങ്കിൽ അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കേണ്ട വഴി എന്താണ്, എത്തരത്തിലുള്ള ഉത്തരമാണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനിയിപ്പോൾ 100, 150, 200 റീഡിംഗ് ലിസ്ണിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ എക്സാമിനേഷനിൽ വിജയിക്കണമെന്നില്ല. പക്ഷേ എങ്കിലും അത് അവർക്ക് ഒരു അപ്പർ ഹാൻഡ് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നേരത്തെ 4, 5, 6 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം പോലും എക്സാമിനേഷൻ എഴുതിയിട്ട് റീഡിങ്ങും ലിസ്ണിംഗ് മാത്രം കിട്ടാത്ത ഒരുപാട് നേഴ്സസ് പലപ്പോഴും എന്നെ കണ്ട് അവരുടെ വെറീസും ടെൻഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അച്ചീവബിൾ അല്ലാത്ത ഒരു കാര്യവും ലോകത്തിലില്ല. വളരെ ചുരുക്കം ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരത്തെ ഓരോ എക്സാമിനേഷനും റീഡിങ്ങിനും ലിസ്ണിങ്ങിനും ഒക്കെ പരാജയപ്പെട്ട് അതിൻ്റെ ടെൻഷനും അതിൻ്റെ അതുമൂലമുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ പേറിയിട്ട് അടുത്തൊരു എക്സാമിനേഷനിൽ പോകുന്നതിലൂടെ നിങ്ങൾക്കൊന്നും നേടാനില്ല, എല്ലാം നഷ്ടപ്പെടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇപ്പോഴും ചെയ്യുമ്പോഴും 30, 26, 26, 27, 26, 27 എന്നിങ്ങനെയാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ അതിൽ നിങ്ങൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരു തരത്തിലും സഹായിക്കില്ല. സോ സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് പ്രാക്ടീസ് കൂട്ടുക, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നിങ്ങൾ ലിസ്ണിങ്ങും റീഡിങ്ങും ചെയ്യുക. ദാറ്റ് മീൻസ് ഇടയിൽ തൊട്ടടുക്കുന്ന ക്യാൻഡിഡേറ്റിനോടോ അല്ലെങ്കിൽ റൂമിലുള്ള സഹപാഠിയോടോ സംസാരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ട് പേജിൻ്റെ താളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുക, അല്ലെങ്കിൽ ഇനി ഈ പ്രാവശ്യവും എക്സാമിനേഷനിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന് സ്വയം പറയുകയും അത് വീണ്ടും പറയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. ഇതൊന്നും നിങ്ങളെ സഹായിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പർ അനാലിസിസ് ഓഫ് യുവർ മിസ്റ്റേക്സ് for understanding the real reasons behind your failure. All these things are necessary for scoring higher in OET reading and listening. I am particularly speaking about reading and listening because of the fact that in recent days or months, many more OET candidates have been facing failures. Encountering some problems in these two modules of this particular English test known as OET. Thank you very much.